വിധിച്ചേട്ടനെ കാണാൻ ഒരാൾ വന്ന് നിപ്പുണ്ട്. അപ്പൊ ഒന്ന് അവരെ ഇപ്പൊ ഒന്ന് കയറ്റി വിട്ട് സംസാരിച്ചു തന്നാൽ നമുക്ക് ചെയ്തു പോകാമല്ലേ? അന്നൊരു കാര്യം ചെയ്യും, ഇപ്പം ഇങ്ങോട്ടേക്ക് വരാൻ പറ. മധുപാലും കവർപാലൊന്നും അല്ല, അതാണ് വിധു പ്രതാപ്, എന്റെ വിധുവേട്ടൻ. അയ്യോ ഒന്ന് തൊട്ടോട്ടെ. കുഴപ്പമില്ല, വിധിച്ചേട്ടനോട് ഫോട്ടോ എടുക്കാൻ നമ്മള് ടൈം തരാം. അറിയോ വിധിച്ചേട്ടാ, ഇതാണ് ഞാൻ. എന്താന്നറിയോ, ഒരുപാട് അകലത്തുനിന്നാണേ കണ്ടിരിക്കുന്നത്, ഇത്ര അടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല. ആരാധികയാ, സുഖം. പേര് വരെ മാറ്റി, സൗമ്യന്നായിരുന്നു പേര്, ഇപ്പൊ ശുക്രിയന്നാക്കി. വിധിച്ചേട്ടൻ പാടിയ പാട്ടില്ലേ ശുക്രിയ, ആ പാട്ടിന്റെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ഇങ്ങനെ അടുത്ത് കാണുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതിനുവേണ്ടി അപ്പൊ നേരിട്ട് പറയാനായിട്ട് ഒരു കാര്യം മനസ്സിൽ ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പറഞ്ഞോട്ട് പറയട്ടെ. വണ്ടിനിഷ്ടം മധു, എന്നെ കടിച്ചത് കൊതു, എന്റെ ഉള്ളിൽ വിധു. എവള് പിക്കപ്പ് ലൈൻ പറഞ്ഞ ഞാൻ ഒരെണ്ണം പറയും. ഇവള് വിധുവിന്റെ ഫാൻസ്, എന്റെ കയ്യിൽ ഹാൻഡ്സ്, ഇവക്കൊരു ചാൻസ്, നിങ്ങൾക്കെല്ലാം താങ്ക്സ്. കവറുമായിട്ട് എന്തിനാ വന്നത്? കാണിക്കല്ലേ. അതെന്താ അറിയാമോ, ഞാനൊരു ചളിക്കോമഡി പറയാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ചളിക്കോമഡിയാണോ? അത് വിധിച്ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലായിടത്തും പോയി ചളി പറയുന്ന ആളല്ലേ, ചളിക്കോമഡി ഇഷ്ടപ്പെടും. ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. നിങ്ങൾ സെന്റിമെന്റ്സ് മ്യൂസിക് ഇട്ട് കാണിക്കുവോ? ആലോചിക്കാം, ആദ്യം കേക്കട്ടെ. എന്തിനാ കവർ കൊണ്ടുവന്ന് പത്രച്ചേട്ടൻ ചോദിക്കാമോ? എന്തിനാ കവർ കൊണ്ടുവന്നേ? ഇത് പാടുന്ന കവർ സോങ് കൊണ്ടുവന്നാ ഞാൻ ഈ കവർ കൊണ്ടുവന്നേ. ആ കവറിന്റെ കൂടെ ചെളിയും കൂടി ഇട്ടോണ്ട് പോകും. പിന്നെ വിധിച്ചേട്ടൻ ഏത് ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ വിധിച്ചേട്ടൻ കക്കിയിട്ടതൊക്കെ എടുക്കും. അല്ല, കട്ട് ചെയ്തിട്ടത് എല്ലാം എടുക്കും. ഇത് കണ്ടോ, ഇത് കണ്ണൂർ ഉദ്ഘാടനത്തിന് പോയത്, ഇത് കാസർഗോഡ്, ഇത് കോഴിക്കോട്, ഇത് എറണാകുളം, ഇത് ആലപ്പുഴ, എല്ലായിടത്തും പോകും. കാണാൻ പറ്റും. ഇത് അവിടെ ചെല്ലുമ്പോ ബിദു പോയി ഈ സാധനങ്ങളെല്ലാം പെറുക്കി എടുത്തോണ്ട് വരും. കത്രിക, ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി. വേറൊരു സാധനം എടുത്തിട്ടുണ്ട്. എന്തോട്ടി? ഒരു ടിഷ്യൂ പേപ്പർ. റെസ്റ്റോറന്റിൽ പോയി കഴിച്ചില്ലയോ, അപ്പൊ കൈ തുടച്ച ടിഷ്യൂ പേപ്പർ ആണെന്നും പറഞ്ഞോണ്ട് അത് എടുത്തോണ്ട് ഇത്രയും വലിയൊരു ആരാധികയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ തമിഴ്നാട്ടിലൊക്കെ വിജയുടെ ഒക്കെ പടം ഇറങ്ങുമ്പോഴത്തേക്ക് പാലഭിഷേകം നടത്തത്തില്ലേ ഫോട്ടോയില്, അതുപോലെ വിധിച്ചേട്ടന്റെ ഏത് പാട്ട് ഇറങ്ങുമ്പോഴും വീടിന്റെ വാതിക്കെ വലിയ ഫ്ലെക്സ് വെക്കും, എന്നിട്ട് പാലഭിഷേകം നടത്തും. തൈരാഭിഷേകം നിങ്ങൾ റിലീസ് ഡേറ്റ് മാറ്റിയില്ലേ, അപ്പൊ ഞാൻ വാങ്ങിച്ചു വെച്ച പാല് തൈരായി പോയി, അതുകൊണ്ടാ. പിന്നെ വേറൊരു സംഭവം പറഞ്ഞ വിധു പിന്നണി ഗായകൻ എന്നാ പറയുന്നത്. എവളെന്ത് ചോദിച്ചു ബിദു ആരാന്ന് ചോദിച്ചു, അവള് പറയുമല്ലോ മുന്നണി ഗായകൻ. എന്റെ മുന്നിൽ മുന്നണി ഗായകനാ. അവർക്ക് പിന്നണി എന്ന് പറയുമ്പോ ഈഗോയാണ്. വിധു മുന്നണി ഗായകനാണ്, ബാക്കി എല്ലാവരും മുന്നണി ഗായകൻ. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു ദിവസം മാത്രമേ ഞാൻ വിഷമിച്ചിട്ടുള്ളൂ. അതെനിക്ക് ഇപ്പൊ പറയുമ്പോഴും സങ്കടം. എന്താന്നറിയുമോ, ബിദുവിന്റെ കല്യാണ ദിവസം ഇല്ലേ, കല്യാണ ഫോട്ടോ കണ്ട 3 ദിവസം അവള് കോമയിലായിരുന്നു. അതായത് കല്യാണ ഫോട്ടോ ഞാൻ എടുത്ത് നോക്കും ബോധം പോകും, കല്യാണ ഫോട്ടോ നോക്കും ബോധം പോകും, അങ്ങനെ 3 ദിവസം കോമയിലായിരുന്നു. അതെന്താണ് ഇനിയിപ്പം കഴിഞ്ഞു പോയില്ലേ? ഇനിയിപ്പോ ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ. പക്ഷെ ഈ ജന്മം പോട്ടെ, അടുത്ത ജന്മം എനിക്കൊരു ചാൻസ് തരുമോ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അടുത്ത ജന്മം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണം. അടുത്ത ജന്മം ആ ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. എന്താ അങ്ങനെ ഇത്രയും വലിയൊരു ആരാധിക വന്നിട്ട് ഇങ്ങനെ ഒരു ആവശ്യം പറയുമ്പോ അതിനകത്ത് എന്തെങ്കിലും ഒരു മറുപടി? അടുത്ത ജന്മം പാട്ടുകാരനായില്ലേ? പാട്ടുകാരനായില്ലേ, കുഴപ്പമില്ല. ഈ ജന്മം പാടിയ പാട്ടുകളൊക്കെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചിരുന്ന് അടുത്ത ജന്മം കേൾക്കാം. നല്ല ഐഡിയ. ഈ പ്രായത്തിൽ പാടിയ പാട്ടൊക്കെ അടുത്ത ജന്മത്തിൽ ചുമ്മാ കേൾക്കാലോ. ഉറപ്പാണോ? അങ്ങനെയാണെങ്കിൽ ഈ ആരാധികക്ക് ഒരു പാട്ട് പാടി തരുമോ? തീർച്ചയായിട്ടും. സന്തോഷമല്ലോ. പിന്നെ ആരാധികേ മഞ്ഞുതീരും വഴിയരികെ രാവേറെയായി കാത്തുനിന്നു മിഴി നിറയേ